ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കക്കർച്ചി ഫ്രൈ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അപ്പോൾ അത് കുറച്ച് കക്കർച്ചി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി ചട്ടിയിൽ വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാളയും ഉള്ളിയും വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ അത് വെന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കണേ കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കടുകൊക്കെ നന്നായിട്ട് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്താ ഇതായിട്ടുണ്ട്. അതിലോട്ട് സവാളയും ഉള്ളിയും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ ഒരു സവാളയും കുറച്ച് ഉള്ളിയും വേണ്ട ഞാൻ എടുത്തത്. കുറച്ച് കക്കർച്ചിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കക്കർച്ചി ഫ്രൈ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അത് വേഗം വരാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വരുമല്ലോ. അപ്പോൾ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അത് മുളക് പൊടിയാണ് ഞാനിട്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇടുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ മെയിൻ സാധനം ഇതിൻ്റെ. എന്നിട്ട് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിട്ടത്. മല്ലിപ്പൊടി കുറച്ചിട്ട് ഒരു സ്പൂണിൻ്റെ പകുതിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗരം മസാലയാണ് കേട്ടോ ഞാനിട്ടത്. അപ്പോൾ ഗരം മസാലയും ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് അത് നന്നായിട്ട് അതിൽ ചേർന്ന് പിടിക്കണം. സവാളയിലൊക്കെ നന്നായിട്ട് ഇതാക്കി നല്ല മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി എണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടാ നല്ല എരിവുള്ള കുരുമുളകാണ് കേട്ടോ അത്. അപ്പോൾ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കക്കർച്ചി ഇതിലോട്ട് കോരിയിടുന്നുണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഞാൻ കക്കർച്ചി കോരിയിടുന്നത്. അപ്പോൾ ഏകദേശം കക്കർച്ചിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചതിക്കണം ഇങ്ങനെ പൊട്ടി ഒരു നല്ല ഫ്രൈ പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കക്കർച്ചി ഫ്രൈ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.